നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടെയും ചാലക്കുടിയിൽ സമാപിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം ഈ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് പിന്മാറുമെന്ന് ക്ഷേത്ര സേവാ സമിതി അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചു. ആറാട്ടുകടവ് അടച്ചുകെട്ടിയതിനാലാണ് പിന്മാറ്റമെന്ന് ക്ഷേത്രം സേവാ സമിതി അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ചേർപ്പ് ബ്ലോക്ക് വുഡ് ബേസ്ഡ് എന്റർപ്രണേഴ്സ് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ ചൊവ്വൂരിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. സാധാരണക്കാർക്ക് ന്യായമായ വിലയിൽ എല്ലാവിധ മരുന്നുകളും ലഭ്യമാകുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തൃശൂർ MP TN പ്രതാപൻ നിർവഹിച്ചു. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ ഇന്നലെ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വലപ്പാട് കരയാമുട്ടം സ്വദേശി അസ്ലമിനെയാണ് മരിച്ച നിലയിൽ ശനിയാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടെയും ചാലക്കുടിയിൽ സമാപിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ശക്തി വളരെ വലുതാണ് എന്ന് ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നവരാണ്. കാരണം പ്രാദേശികമായ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ സംഘടന അധികം കാലങ്ങളായിട്ടില്ലെങ്കിലും ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേയേറെ കൂടുതൽ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് സംഘടന ശക്തമായി പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷകൻ എന്ന നിലയിൽ ഈ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഫീസ് ആവശ്യപ്പെടുമ്പോൾ പകച്ചു നിൽക്കുന്നവരായി നമ്മൾ മാറുന്നതിന് പിന്നിൽ കഴിഞ്ഞ 30 വർഷം കൊണ്ട് നമ്മുടെ നാടിന് സംഭവിച്ച വലിയ മാറ്റമുണ്ട്. അത് ചെറിയ മാറ്റമല്ല. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ ഈ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ നിരീക്ഷണമാണ് ഏറ്റവും പ്രസക്തമായത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ചെറുകിട സംരംഭകര് ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റുകളെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അത് കേബിൾ മേഖലയാണ്. അത് വളരെ ഐറണി നിറഞ്ഞതുമാണ്, ആശ്ചര്യം നിറഞ്ഞതുമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കോർപ്പറേറ്റുവൽക്കരണവും ഏറ്റവും കൂടുതൽ വേഗത്തിൽ കുത്തകവൽക്കരണവും നടക്കുന്ന ഒരു മേഖലയാണ് മാധ്യമ മേഖല എന്ന് നിങ്ങൾക്കറിയാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നഗരസഭാ ചെയർമാൻ AB ജോർജ്, കൗൺസിലർ നിത പോൾ, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി മൂത്താടൻ, COA സംസ്ഥാന പ്രസിഡന്റ് KV രാജൻ, വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, KCCL ചെയർമാൻ K ഗോവിന്ദൻ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, KCCL MD സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി PK ആന്റണി, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, കേരള വിഷൻ MD ജയപ്രകാശ്, KCCL ഡയറക്ടർ VP ബിജു, CA ബൈജു എന്നിവർ സംസാരിച്ചു. ആനവല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്നു. ടൗൺ ജിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രകടനം സമാപിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം ഈ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് പിന്മാറുമെന്ന് ക്ഷേത്രം സേവാ സമിതി അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചു. ആറാട്ടുകടവ് അടച്ചുകെട്ടിയതിനാൽ ആണ് പിന്മാറ്റമെന്ന് ക്ഷേത്രം സേവാ സമിതി അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ഇവിടെ നിന്നും ആറാട്ട് പോകുന്ന കടലായി മനയിലെ സ്ഥലങ്ങൾ വിൽക്കുകയും അവിടെ മതിൽ കെട്ടി ബന്ദോബസ്താക്കുകയും ആറാട്ടിനുള്ള സൗകര്യങ്ങൾ
മുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വാവറാട്ടിന് ഈ പിഷാരിക്കൽ ക്ഷേത്രം ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് മേടിച്ചിട്ടാണ് ആറാടിയത്. അതിൽ വില്ലേജ് ഓഫീസർക്കും ചേർപ്പ് പോലീസ് സ്റ്റേഷനും തഹസിൽദാർക്കും കൂടിയിട്ടാണ് നടത്താനുള്ള ചുമതല എത്തിച്ചേർന്ന്. അങ്ങനെയാണ് വാവറാട്ട് നടന്നത്. അതിൽ തന്നെ ഒരുപാട് കാശുകൾ ഞങ്ങൾക്ക് ചിലവായി. ഇനി ഇവിടുന്ന് എല്ലാ പ്രാവശ്യവും ഇതേപോലെ കാശ് കൊടുത്ത് നമ്മൾ ആറാട്ടിന് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ പരം നമുക്ക് തുറന്നു കിട്ടേണ്ട ഒരു ആവശ്യകതയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ചരിത്രപ്രധാനമായ പെരുവനം ആറാട്ടുപുഴ പൂരത്തെ ഇത് സാരമായി ബാധിക്കുമെന്നും തന്ത്രി പറഞ്ഞു. ആറാട്ടുകടവിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതിനാൽ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും ഈ വർഷം പിന്മാറുകയാണെന്ന് പിഷാരിക്കൽ ക്ഷേത്ര തന്ത്രി, ക്ഷേത്ര സമിതി എന്നിവർ പറഞ്ഞു. അതുവരെ നമുക്ക് അവിടെ ചെന്ന് കാണുന്ന സമയത്ത് ഈ വഴി പൊതുവല്ല, അല്ലെങ്കിൽ ഭഗവതിക്ക് പോകാനുള്ള വഴിയല്ല എന്നുള്ളത് അവരുടെ സ്വകാര്യ സ്വത്താണ് എന്നുള്ളത് നമ്മൾ അറിയണില്ല. ഈ നാട്ടുകാർക്ക് ഒരൊറ്റ ആൾക്കറിയില്ല, എനിക്ക് പോലും അറിയില്ല. അതിനുശേഷമാണ് കിഴൂട്ടുകരക്കാരുടെ മാത്രമായിട്ടുള്ളൊരു ഭൂമിയിൽ അവരുടെ സ്വകാര്യമായിട്ടുള്ള വഴിയാണെന്ന് പറയുമ്പോൾ നമുക്കത് അടച്ചു കെട്ടുമ്പോൾ നമുക്ക് ഭഗവതിക്ക് പോകാൻ ഈ 442 കൊല്ലം വരെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് ഒരു വിഘാതം വരുന്നത്. അപ്പം അത് നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല വെച്ചാൽ അതൊരു ആചാരാനുഷ്ഠാനത്തിന് ഒരു വിരുദ്ധമാവും എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും വരണം. പിഷാരിക്കൽ, ഊരകം എന്നീ ഭഗവതിമാർ ആറാടുന്ന കടലായി കടവിലേക്കുള്ള വഴിയിൽ സ്ഥല ഉടമ പടികൾ സ്ഥാപിച്ച് പൂട്ടി. ഹൈക്കോടതി അനുമതിയിലാണ് കഴിഞ്ഞ കൊല്ലം വാവാറാട്ട് നടത്തിയത്. 1421 കൊല്ലമായി തുടരുന്ന ആറാട്ട് ഇനി മുടങ്ങുമെന്ന ആശങ്കയുണ്ട്. ദേവസംഗമത്തിന്റെ ഭാഗമായി പിഷാരിക്കൽ ഭഗവതിക്കും ഊരകം അമ്മ തിരുവടിക്കും ഈ കടവിൽ 3 ആറാട്ടുണ്ട്. ആറാട്ട് നടത്താൻ വാക്കാലല്ലാതെ രേഖാമൂലം കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയാൽ മാത്രമേ പൂരം നടത്താൻ കഴിയൂ. ഈ നിത്യമുള്ള ദർശനം മുടങ്ങുമെന്നായപ്പോൾ സങ്കടത്തോടുകൂടി ഊരകത്തമ്മരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ കന്യകയെ അപ്രത്യക്ഷമാവും. ഈ അപ്രത്യക്ഷമായപ്പോൾ ഈ കന്യകയെ തിരഞ്ഞ ആളുകളുടെ ഉള്ളിൽ അടുത്തേക്ക് ഭഗവതിയുടെ അടുത്തുനിന്നൊരു അശരീരി വന്നു പറഞ്ഞത്, എന്നോട് ലയിച്ചു, ആടെ ഉടയാടകളും ആഭരണങ്ങളും തൃപ്പടിയുമേ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാനും വർഷത്തിലൊരിക്കൽ അവിടുത്തെ കന്യകയായി കീഴോട്ടുകര മനക്കിലേക്ക് ഞാൻ വന്നോളാമെന്നും അതുവരെ ഈ മനയിൽ ആരും അവിടെ വന്ന് ദർശിക്കാൻ വരേണ്ടതില്ലെന്നും അങ്ങനെ പറഞ്ഞ് ഭഗവതിയെ വർഷത്തിലൊരിക്കൽ കടലായ മനക്കാർ വന്ന് ക്ഷണിച്ചതിന് തുടർന്നാണ് കടലായ മനക്കലി നമ്മുടെ തറക്കപ്പോര ദിവസം രാത്രി കന്യകയായിട്ട് വരുന്നത്. അതടക്കം മുടങ്ങാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി 9 ക്ഷേത്രങ്ങളിൽ പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടുണ്ട്. വിഷഹാരിണി എന്ന് വിശേഷമുള്ള ഭഗവതി ആറാടിയ ശേഷമേ മന്ദാരക്കടവിലെ പ്രസിദ്ധമായ ആറാട്ടിൽ മറ്റ് ഭഗവതിമാരും ആറാടൂ. പിഷാരിക്കൽ ഭഗവതിയുടെ പൂരം മുടങ്ങിയാൽ അത് ദേവസംഗമത്തിന് സാരമായി ബാധിക്കും. തന്ത്രി കരോളിൻ എളവണ്ണ ആര്യൻ നമ്പൂതിരി, സി മുരാരി സേവാസമിതി പ്രസിഡന്റ് കെ ശിവദാസ്, സെക്രട്ടറി എം നാരായണൻ, കടലായിക്കടവ് സംരക്ഷണ സമിതി കൺവീനർ ഐച്ചിയിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് വുഡ് ബേസ്ഡ് എന്റർപ്രണേഴ്സ് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ ചൊവ്വൂരിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. സാധാരണക്കാർക്ക് ന്യായമായ വിലയിൽ എല്ലാവിധ മരുന്നുകളും ലഭ്യമാകുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തൃശൂർ MP TN പ്രതാപൻ നിർവഹിച്ചു. ഈ പ്രദേശത്ത് ഉള്ള മറ്റ് മരുന്ന് വിൽപ്പന ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് ഒരു നല്ല സ്ഥാപനം ആശുപത്രിയുടെ മുന്നിൽ തന്നെയുണ്ട്. നവീകരിച്ച സ്ഥാപനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള ചടങ്ങിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മരുന്ന് ഓരോ ദിവസം ചെല്ലുന്നതോറും മരുന്നിന്റെ വില വർദ്ധിച്ചു വരികയാണ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി ആശ്രയിക്കുന്ന അലോപ്പതി മരുന്നുകൾക്ക് മരുന്ന് കമ്പനികൾ അനിയന്ത്രിതമായ വിലവർദ്ധനവ് നിരന്തരമായി നടത്തി വരികയാണ്. ഓരോ ദിവസം പത്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കാറുണ്ട്. ജീവരക്ഷാ ഔഷധങ്ങൾക്കായാലും ക്യാൻസർ ഉൾപ്പെടെ ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള നിരവധി മറ്റ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകളായാലും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ജീവിതശൈലി രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകളായാലും മരുന്ന് കമ്പനികൾ ഓരോ പുതിയ പുതിയ മോളിക്കൂൾ എന്ന് അവരുടെ ഭാഷയിൽ പറയും. ഇത് ചേർക്കപ്പെടുന്ന കണ്ടന്റിനെയാണ് മോളിക്കൂൾ എന്ന ഇംഗ്ലീഷ് വാക്ക്.
സംഘം പ്രസിഡന്റ് CD ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മുൻ സംസ്ഥാന ഖാദി ബോർഡ് ചെയർമാൻ ജോസഫ് പെരുമ്പിള്ളി ജോൺ ആലപ്പാടിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗം ജോർജ് ആന്റോ, മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം, ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് KK കൊച്ചുമുഹമ്മദ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷോബി ഫ്രാൻസിസ്, INCI പ്രതിനിധി സിജോ ജോർജ്, CPIM പ്രതിനിധി സഹദേവൻ, സംഘം സെക്രട്ടറി ലിനി ഷിജു, വാർഡ് മെമ്പർമാരായ ജോസ് ചക്കേരി, വനജ, സോളമൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ ഇന്നലെ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വലപ്പാട് കരയാമുട്ടം സ്വദേശി അസ്ലമിനെയാണ് മരിച്ച നിലയിൽ ശനിയാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത്. തളിക്കുളം കൈതയ്ക്കൽ ദാറുൽ മുസ്തഫയിലെ വിദ്യാർത്ഥിയാണ് അസ്ലം. 12ഓളം കുട്ടികളടങ്ങുന്ന സംഘമാണ് ഇന്നലെ രാവിലെ 8 മണിയോടെ കടപ്പുറത്ത് എത്തിയത്. അസ്ലമും മറ്റൊരു വിദ്യാർത്ഥിയുമായ സവാദുമാണ് കടലിൽ ഇറങ്ങിയത്. കടലിൽ മുങ്ങിത്താഴുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് സവാദിനെ രക്ഷപ്പെടുത്തിയിരുന്നു. അസ്ലമിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചേർപ്പ് BRCയുടെ നേതൃത്വത്തിൽ വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ കരാട്ടെ ക്ലാസ് ആരംഭിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. കാണുന്നില്ലല്ലോ. എന്നിട്ട് തള്ള വരല് ഇതിന് മേലെ ഇങ്ങനെ പുറത്തേക്ക് വരാത്ത രൂപത്തിൽ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് അടുത്ത കൈ കൊണ്ട് ഈ ചെറുവരല് മാത്രം ഉള്ളിലേക്ക് നല്ലോണം മടക്കി കൊടുക്കുക. ചെറുവരല് ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഇത് ലോക്കാവുള്ള ഫിസ്റ്റ്. ഈ ചെറുവരലും ഇങ്ങനെ അടച്ചു കൊടുത്തേ. ഇപ്പൊ കൈ ലൂസായി. അപ്പൊ ഇതിന്റെ താക്കോല് എന്ന് പറയുന്നത് നമ്മൾ ഡോറൊക്കെ പൂട്ട ഉപയോഗിക്കില്ലേ താക്കോല് എന്ന് പറയുന്നതാണ് ഈ സ്മോൾ ഫിംഗർ. അപ്പൊ ഈ സ്മോൾ ഫിംഗർ ഇതൊക്കെ ചെയ്തതിനു ശേഷം സ്മോൾ ഫിംഗറിന്റെ സ്വയം മറ്റേ കൈ കൊണ്ടല്ല സ്വയം ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി പിടിക്കുമ്പോഴാണ് ഇതെന്താവുന്നത് ഫിസ്റ്റ് ആവുന്നത്. PTA പ്രസിഡന്റ് AC ബിജേഷ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ട്രെയിനർ അതുൽ കൃഷ്ണ, ഉസ്മാൻ മാസ്റ്റർ, സുഗുണൻ മാസ്റ്റർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിജി, അനിത ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് സലീഷ് നടുവിൽ എന്നിവർ സംസാരിച്ചു. ചൊവ്വൂർ CLP സ്കൂളിന്റെ 134ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ ജോൺസൺ കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേറ്റ് അതിരൂപത മാനേജർ റവറന്റ് ഫാദർ ജോയ് അടമ്പക്കുളം ഫോട്ടോ അനാച്ഛാദനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. 35 വർഷത്തെ സേവനത്തിന് ശേഷം വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന ഓമന ടീച്ചർക്ക് യാത്രയയപ്പും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VR സുനിൽകുമാർ പ്രതിഭകളെ ആദരിച്ചു. 3ാം വാർഡ് മെമ്പർ വനജ സോളമൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് മോനിഷ, പള്ളി ട്രസ്റ്റി ബെനഡി കുന്നകുളം, മുൻ അധ്യാപിക മറിയം TC, MPTA പ്രസിഡന്റ് റിൻസി ജോമോൻ, ഫെമി ടീച്ചർ, റോസിറ്റ ടീച്ചർ, പ്രധാനാധ്യാപിക ജെറീന MJ, PG ജിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി. ഊരകം സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറി അപകടം. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി പൊറാടത്ത് മുരളി മകൻ അക്ഷയ് ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട കാർ കടയ്ക്ക് മുന്നിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നു. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അപകടം ഉണ്ടായത്. കാർ ഓടിച്ചിരുന്ന അക്ഷയ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാളയിൽ നിന്ന് പടിഞ്ഞാറ്റുമുറിയിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാർ നിയന്ത്രണം വിട്ടത്. രാത്രിയായതിനാൽ കടകൾ അടച്ചിട്ടതിനാലും ആളുകൾ പ്രദേശത്ത് ഇല്ലാത്തതിനെയും തുടർന്ന് വൻ അപകടം ഒഴിവായി. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. സ്മാർട്ടിനൊപ്പം സ്മാർട്ടാകാൻ അക്ഷയ കേന്ദ്രങ്ങൾ. അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്കും സംരംഭകർക്കുമുള്ള ഏകദിന പാഠശാലയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ പാഠശാല ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങളുമായി വരുന്ന പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സ്മാർട്ട് സേവനങ്ങൾ എങ്ങനെ നൽകാമെന്നാണ് മുഖ്യമായും പാഠശാലയുടെ മുഖ്യ ഉദ്ദേശം. സർക്കാർ സേവനങ്ങൾക്ക് പുറമെ മറ്റ് ഇതര സേവനങ്ങളിലൂടെ വരുമാനമാർഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തൃശൂർ ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങൾ. ക്രമേണ പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഫെയ്സ് സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ സൂര്യ, ജില്ലാ പ്രസിഡന്റ് ജെഫേഴ്സൺ മാത്യു,
അജീഷ്, മാർട്ടിൻ തേറോത്ത്, റംസി ഹാരിസ്, ആസാദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടെയും ചാലക്കുടിയിൽ സമാപിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം ഈ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് പിന്മാറുമെന്ന് ക്ഷേത്ര സേവാ സമിതി അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചു. ആറാട്ടുകടവ് അടച്ചുകെട്ടിയതിനാലാണ് പിന്മാറ്റമെന്ന് ക്ഷേത്രം സേവാ സമിതി അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ചേർപ്പ് ബ്ലോക്ക് വുഡ് ബേസ്ഡ് എന്റർപ്രണേഴ്സ് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ ചൊവ്വൂരിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. സാധാരണക്കാർക്ക് ന്യായമായ വിലയിൽ എല്ലാവിധ മരുന്നുകളും ലഭ്യമാകുന്ന നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തൃശൂർ MP TN പ്രതാപൻ നിർവഹിച്ചു. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ ഇന്നലെ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വലപ്പാട് കരയാമുട്ടം സ്വദേശി അസ്ലമിനെയാണ് മരിച്ച നിലയിൽ ശനിയാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.